ഇലക്ട്രൽ ബോണ്ട് ഇലക്ഷൻ ബോംബാകുമെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതൊരു ഇലക്ഷൻ ബോംബായിട്ട് മാറുമെന്ന്. ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് ഇന്നും SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്തായാലും ഞങ്ങളുടെ വിധി സർവ ഡീറ്റെയിൽസും മാർച്ച് 15 മുമ്പ് ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് 15 തന്നെ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ മര്യാദ കാണിച്ചു. അത് ഞങ്ങളുടെ അഭിപ്രായമാണ്, കോടതിയുടെ അല്ല. 2 പെൻഡ്രൈവിലാക്കി SBI കൊടുത്ത ആ തെളിവുകളെല്ലാം, ഇലക്ട്രൽ ബോണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയ അവരവരുടെ വെബ്സൈറ്റിൽ ഇന്നലെ തന്നെ പബ്ലിഷ് ചെയ്തു. പക്ഷേ പ്രശ്നം എവിടെയല്ല. ഇന്ന് വീണ്ടും സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നത് സീരിയൽ നമ്പർ ഇല്ല. ഒരു ഡോക്യുമെന്റ് കോടതി വിധി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്, പൊതുമേഖല സ്വകാര്യ മേഖല നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ഇങ്ങനെ തലയും വാലും ഇല്ലാതായി പോയാൽ എന്താ ഇതിന്റെ അർത്ഥം? എന്താണ്? ഈ രാജ്യം എങ്ങോട്ടാ പോകുന്നത്? ഈ ബാങ്കിന് നാണക്കേടല്ലേ ഇത്, SBIക്ക്? അപ്പൊ SBIയുടെ തലപ്പത്തിരിക്കുന്നവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? സീരിയൽ നമ്പർ ഇല്ലാതെ, തലയും വാലും ഇല്ലാതെ 2 പെൻഡ്രൈവിൽ കുറെ ഡോക്യുമെന്റ് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കൊക്കെ ഏത് പാർട്ടിക്ക് എത്ര കിട്ടി എന്നുള്ള കൃത്യമുണ്ട്. ആര് ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള സാധനം മാത്രമില്ല. അതിന് പാസ്വേഡ് ഇല്ല. അത് പിടിക്കണമെങ്കിൽ പിന്നെ നക്ഷത്രം എണ്ണണം. ആര്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്ന് സുപ്രീം കോടതി പറഞ്ഞു, എത്രയും വേഗം ഈ സീരിയൽ നമ്പർ ഉൾപ്പെടെ ഡീറ്റെയിൽസ് കൊടുക്കണം ഇലക്ഷൻ കമ്മീഷന്. അതും ഇലക്ഷൻ കമ്മീഷൻ എത്രയും വേഗം പബ്ലിഷ് ചെയ്യണം. ഈ പറയുന്ന ഡിനോമിനേഷൻ, ഇലക്ട്രൽ ബോണ്ട് ഡിനോമിനേഷൻ എന്താണ്? 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി. മിനിമം ഇലക്ട്രൽ ബോണ്ട് 1 ലക്ഷത്തിന്റെ വാങ്ങിയിട്ട പൈസ SBIയുടെ ബാങ്കിൽ അടയ്ക്കാം. എന്നിട്ട് ഇത് ആർക്ക് കൊടുക്കണം, ഏത് പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തുക. അത് BJPക്കാവട്ടെ, കോൺഗ്രസിനാവട്ടെ, മറ്റ് പാർട്ടികൾക്കാവട്ടെ. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഒരു കോടതി വിധി ഉണ്ടായിട്ട് അതുപോലും മാനിക്കാതെ അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാൻ വേണ്ടി SBIയെ നിയന്ത്രിക്കുന്ന ആരാണ്? അപ്പൊ സീരിയൽ നമ്പറിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആര് ബോണ്ട് വാങ്ങി ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ പ്രശ്നം എന്താണ്? പാതി സത്യം പുറത്തു വന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കൊടുത്ത പ്രകാരം പല കമ്പനികളുടെയും പേര് വന്നിട്ടുണ്ട്. മനോരമയുടെ സഹോദര സ്ഥാപനമുണ്ട്, MRF ഉണ്ട്. മലയാള മനോരമയുടെ സഹോദര സ്ഥാപനമാണ് MRF. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. മദ്രാസ് റബ്ബർ ഫാക്ടറി. കിറ്റക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിവസ്ത്ര നിർമ്മാണ സ്ഥാപനമായ കിറ്റക്സ്, സാബുൻ ജേക്കബ് പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മൾ MRFനെ മാത്രം പറഞ്ഞു എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. കിറ്റക്സ് 16 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 2020 വിപ്ലവം, കിഴക്കമ്പലം, തെക്കമ്പലം, വടക്കമ്പലം 16 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് കിറ്റക്സ് ഗ്രൂപ്പ്, സാബുൻ ജേക്കബ്. ആര് കൊടുത്തോട്ടെ, MRF ആവട്ടെ, കിറ്റക്സ് ആവട്ടെ, സാബുൻ ജേക്കബ് ആവട്ടെ, വേറെ ഏത് കോർപ്പറേറ്റ് ആവട്ടെ, അദാനി ആവട്ടെ, അംബാനി ആവട്ടെ, ബാക്കി എന്തായിക്കോട്ടെ, പക്ഷേ ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. ഇതിലെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ്. മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്, പിന്നെ CPM CPI പാർട്ടികൾക്ക് പണം ലഭിച്ചില്ല. ഒരു ലിസ്റ്റ് ഉണ്ട്, അതിന്റെ ചാർട്ട് നമ്മളോട് കാണിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ വാർത്തയുടെ ടൈറ്റിലാണ് CPM CPI പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പണം ലഭിച്ചില്ല. ജേർണലിസം, മാധ്യമപ്രവർത്തനം മാപ്രാപ്പണിയാകുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഹെഡിങ് വായിക്കുന്ന, ഈ വാർത്ത വായിക്കുന്ന ആളിന് എന്താ തോന്നുക? ലഭിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ചോദിക്കാഞ്ഞുകൊണ്ടാണ്. അത് വാർത്തയിലില്ല. BJP ചോദിച്ചു വാങ്ങി, കോൺഗ്രസ് ചോദിച്ചു വാങ്ങി, എത്ര 1000 കോടി, അതിന്റെ കണക്ക് ഈ ചാർട്ടിൽ കാണാം. തൃണമൂൽ കോൺഗ്രസ് ചോദിച്ചു വാങ്ങി, SP ചോദിച്ചു വാങ്ങി, ബിജു ജനതാദൾ ചോദിച്ചു വാങ്ങി, പിന്നെ ആന്ധ്രയിലെ YRS
കോൺഗ്രസ് ചോദിച്ചു വാങ്ങി, ചന്ദ്രബാബു നായിഡുവിന്റെ TDP ചോദിച്ചു വാങ്ങി. അങ്ങനെ ചോദിച്ചു വാങ്ങിയ ഒരു ലിസ്റ്റ് ഇതിനകത്തുണ്ട്, കോടികൾ ഓരോരുത്തരും വാങ്ങിയത്. അപ്പൊ CPM-നും CPI-ക്കും പണം ലഭിച്ചില്ലത്രേ. അതിന്റെ അർത്ഥം എന്താണ്? ചോദിച്ചു കിട്ടിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഇത്ര നീചമായ മാധ്യമ പ്രവർത്തനം എവിടെ നിന്നാണ് വരുന്നത് മാതൃഭൂമിക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ? ശരിക്കുള്ള റിപ്പോർട്ട് എന്താ വേണ്ടത്? CPM-ഉം CPI-യും ഇലക്ട്രൽ ബോണ്ടുകളുടെ പണം വേണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അതല്ലേ വാർത്ത, യാഥാർത്ഥ്യം? ഇതാണ് മാപ്രാപ്പടി എന്ന് പറയുന്നതാണ്. മാപ്രാപ്പടി, ഇത് വാർത്താ റിപ്പോർട്ടിംഗ് അല്ല, ഇതിന് പറയേണ്ട പേര് വേറെയാണ്. അങ്ങനെ അത് ഉന്താൻ കുറെ ആൾക്കാർ ഇപ്പൊ ആ പത്രസ്ഥാപനത്തിലുണ്ട്, അല്ല അതിന്റെ ചാനലിലുണ്ട്. കഷ്ടം എന്നേ പറയാനുള്ളൂ. ഇതാണോ സത്യസന്ധമായ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം? ഇതാണോ? മനോരമയ്ക്ക് താങ്ങണമായിരിക്കും. കാരണം മനോരമയുടെ സഹോദര സ്ഥാപനം MRF പിന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തതാണ്. അത് ഏതൊക്കെ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളത് സീരിയൽ നമ്പർ വരും നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അധികം വൈകാതെ അറിയാൻ പറ്റും. ഈ ബാക്കി ഡീറ്റെയിൽസ് കൂടെ SBI ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു കഴിയുന്നു. അപ്പൊ മനോരമയ്ക്ക് താങ്ങണമായിരിക്കും. പക്ഷെ മാതൃഭൂമിക്ക് താങ്ങാൻ എന്താ ഇത്ര കാര്യം? നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്തുകൂടെ ഈ വാർത്തകൾ? നിങ്ങൾക്ക് ആരെയാ പേടി മാതൃഭൂമിക്ക്? എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പാരമ്പര്യം സൂക്ഷിക്കാൻ പറ്റുന്നില്ല? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പത്രമല്ലേ മാതൃഭൂമി? എന്തേ പറ്റാത്തത് നിങ്ങൾക്ക്? നിങ്ങൾ എന്താ മനോരമയെക്കാളും ലെവല് താണു പോകുന്നത് ഇത്തരം റിപ്പോർട്ടിങ്ങില്? ഇതാണ് പ്രധാന ചോദ്യം.